അങ്ങനെ ഞങ്ങൾ അസർബൈജാൻ ഗിഫ്റ്റ് ഫ്ലൈറ്റ് എടുത്തിട്ട് മുംബൈയിലിറങ്ങുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അവിടെ നിന്ന് ഫുഡ് പ്രൈസ് നമ്മൾ സൈഡ് ആയിട്ടിരുന്നു. ഒരു ആസ് എ മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുറച്ച് മസാലാസ്, കുറച്ച് ഫ്ലേവർ ഫുഡായിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. അങ്ങനെ സത്യം പറഞ്ഞ ഫുഡ് കൊടുത്തിട്ടാണ് കിട്ടിയ സ്ഥലത്തേക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇറങ്ങാൻ മതി ആ ഒരു ഇതിലേക്കാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ല മുംബൈയിൽ. കോഴിക്കോടാണ് ഇറങ്ങേണ്ടത്, പക്ഷേ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് പ്രൈസ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഞങ്ങൾ മുംബൈയിലാണ്. മുംബൈയിലൊരു 2-3 ഡേയ്സ് സ്പെൻഡ് ചെയ്യാം, ഓക്കെ അവിടെയും കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങളവിടെ ഇറങ്ങി. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം ലൈക്ക് നമ്മൾ മഹാരാഷ്ട്ര അല്ലെങ്കിൽ മുംബൈ സിറ്റിയുടെ കൂടെ പറന്ന് ഫ്ലൈറ്റ് പറക്കുന്നതാണെങ്കിൽ ലാൻഡിങ്ങിലേക്കുള്ള ടൈമാണ്. നമ്മൾ മെല്ലെ ലാൻഡ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അസർ എയർവേസിലായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നിരുന്നത്. നല്ല സർവീസും അതുപോലെ ഫുഡും നല്ല സൂപ്പറായിരുന്നു, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു, സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ എത്തിയ തിരക്കിന് ഞാൻ അവിടെ ഒരു ഭയങ്കര പീസായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മൾ ഈ മുംബൈയിൽ വന്ന് ഇറങ്ങിയത്. ഇറങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കര ഹോണും ചൂടും ഇങ്ങനെ ഫുള്ള് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. പെട്ടെന്ന് നമ്മളൊരു കാംനെസ്സിൽ നിന്ന് ഭയങ്കര ഒച്ചയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ പോലെ ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലളിത് മുംബൈയിലാണ് റൂം എടുത്തത്. അപ്പം അതാണ് ഒരു ഹോട്ടൽസാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റൂം ടൂറാണ്. നമുക്കൊരു 125 എന്ന് പറഞ്ഞിട്ട് റൂമാണ് കിട്ടിയത്. നല്ല സൗകര്യങ്ങളുണ്ട്, എയർപോർട്ടിനടുത്താണ്. അപ്പോൾ ആരെങ്കിലും എയർപോർട്ടിനടുത്ത് താമസിക്കണം അല്ലെങ്കിൽ നമുക്കൊന്ന് ലേ ഓഫ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലളിത് മുംബൈ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ഫുഡ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, അത്യാവശ്യം അവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ റൂം ഇതാണ്. നമ്മൾ കയറി ആസ് യൂഷ്വൽ എല്ലാ ഹോട്ടൽസിലും കാണുന്ന പോലെ തന്നെ നല്ലൊരു വാഷ്റൂം ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു അത് കാണാൻ. എല്ലാ ഫെസിലിറ്റീസും ബാത്ത് ടബ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുംബൈയുടെ മെയിൻ സിറ്റിയിലേക്ക് നമ്മൾ ഊബർ എടുത്തിട്ട് പോകേണ്ടി വന്നു. അത് ഞാനാണ്. അയ്യോ, പിന്നെ വന്നിട്ട് നമ്മൾ റൂംസ് ലൈക്ക് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള റൂംസ് ആയിരുന്നു. നല്ല രസമായിരുന്നു അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ റൂം, വളരെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു റൂംസ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഒരു അസർബൈജാൻ എന്ന് വന്നു കഴിയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു റൂംസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു ബാൽക്കണി, ഓപ്പൺ ടെറസ്, ബാൽക്കണി അല്ല ഓപ്പൺ ടെറസ്. ഭയങ്കര വെയിലായതുകൊണ്ടും പിന്നെ നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടും ഞങ്ങളാരും അങ്ങോട്ട് ഇറങ്ങിയില്ല. ലൈക്ക് ഞങ്ങൾ കുറച്ച് നേരം വിൻഡോസൊക്കെ തുറന്നിട്ടിട്ട് നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഇനി അടുത്ത വ്ളോഗിൽ ഞങ്ങളിനി എവിടെയൊക്കെ മുംബൈ പോയി എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം.